ജയിൽ ആസ്ഥാനത്തെ ഡിഐജിക്കെതിരെ കൈക്കൂലി കേസ്. എം.കെ. വിനോദ് കുമാറിനെതിരെയാണ് വിജിലൻസ് കേസെടുത്തത്. പരോൾ നൽകാനായി 1,80,000 രൂപ വാങ്ങിയെന്നാണ് കണ്ടെത്തൽ. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഗൗരവതരമായൊരു കേസാണ്. എന്താണ് ഈ കേസുമായി സംബന്ധിച്ച വിവരങ്ങൾ? പൂജ, ജയിൽ ആസ്ഥാനത്തെ DIG എം.കെ. വിനോദ് കുമാറിനെതിരെയാണ് ഇപ്പോൾ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ വിജിലൻസ് യൂണിറ്റിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. വിനോദ് കുമാറിനെതിരെയുള്ള പരാതി ഈ പ്രതികൾക്ക് വേണ്ടി ജയിലിനുള്ളിൽ ചില അവർക്ക് അനുകൂലമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അതിനൊപ്പം തന്നെ പരോൾ അനുവദിക്കാൻ ഉള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, ഇതിനായിട്ട് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിക്കുക എന്നുള്ളതാണ്. ഒരു പ്രതിയുടെ പക്കൽ നിന്ന് 1.8 ലക്ഷം രൂപ, അതായത് 1,80,000 രൂപ വാങ്ങിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇൻ്റലിജൻസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ പരാതികൾ ഈ ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടോ എന്നുള്ള കാര്യവും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. പൂജ, നടപടിയെടുക്കില്ലേ അനന്തൻ? കേസെടുത്തേക്കല്ലേ? തീർച്ചയായിട്ടും ഇതിൻ്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അടക്കം ലഭിച്ചു കഴിയുമ്പോൾ സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാകും. അത് നടപടിയെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥനെതിരെയുള്ള നടപടികളടക്കം ഉണ്ടാകും. ശരി, പരോൾ നൽകാൻ വേണ്ടിയിട്ട് 1,80,000 രൂപ കൈക്കൂലി വാങ്ങി തുടങ്ങിയ കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ ജയിൽ ആസ്ഥാനത്തെ DIG ആക്കിയായ എം.കെ. വിനോദ് കുമാറിനെതിരെ ഇപ്പോൾ കൈക്കൂലി കേസ് വന്നിരിക്കുന്നത്. വിജിലൻസ് കേസെടുത്തത് ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.